ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ജേണി ഓഫ് സുനിതയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ സ്ത്രീകൾ മിക്കവാറും എല്ലാവരും നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് മുടി കൊഴിച്ചിൽ, മുടിയുടെ ഉള്ളു കുറയുക എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പലവിധ സൊല്യൂഷൻസ് കണ്ടെത്താറുണ്ട്. ഒന്നെങ്കിൽ നമ്മൾ ഡോക്ടേഴ്സിനെ അപ്രോച്ച് ചെയ്യും, അതല്ലെങ്കിൽ നമ്മൾ എണ്ണ കാച്ചി തേക്കും, അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ചെയ്യും. പക്ഷേ ഇതൊന്നും ഇല്ലാതെ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് മുടിയുടെ ഉള്ളു കൂട്ടാനും മുടിയുടെ കട്ടി കൂട്ടിയെടുക്കുന്നതിനും മുടി വളർച്ച ത്വരിതപ്പെടുത്തി എടുക്കുന്നതിനും ഒക്കെ സാധിക്കും. അപ്പം അങ്ങനെയുള്ളൊരു എണ്ണയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. അപ്പം എൻ്റെ അനുഭവത്തിൽ നിന്ന് ആണ് എനിക്ക് നല്ലൊരു ബെറ്റർ റിസൾട്ട് ഉണ്ടായി. അങ്ങനെയാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ ചെയ്യുന്നത് തന്നെ. അപ്പം നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഗൈസ്, ഇതായിരുന്നു ഇപ്പം മുമ്പ് എൻ്റെ മുടിയുടെ ഒരവസ്ഥ. പണ്ട് എനിക്ക് നല്ല ശരിക്കും മുടി ഉണ്ടായിരുന്നു. അതിനുശേഷം നന്നായിട്ട് ഹെയർ ഫോൾ ഉണ്ടായി. അപ്പോൾ ഇത് ഞാൻ 2024 എടുത്ത പിക്കാണ്. ഞാൻ ഈ ഒരു എണ്ണ ഉപയോഗിച്ച് തുടങ്ങുന്നതിന് മുമ്പ് എടുത്തൊരു പിക്കാണ്. അപ്പം എനിക്ക് നല്ല വിഷമമായിരുന്നു എൻ്റെ മുടി ഇങ്ങനെ കൊഴിഞ്ഞു പോകുന്നതിലൊക്കെ. ഇത് ഞാൻ 2026 ഫെബ്രുവരി 16 വൈകിട്ട് എടുത്ത ഒരു പിക്കാണ്. അതായത് ഞാൻ ഈ എണ്ണ ഉപയോഗിച്ച് തുടങ്ങിയതിന് ശേഷം ഒരു 1.5 വർഷത്തോളം കഴിഞ്ഞ് ഞാൻ എടുത്ത ഫോട്ടോയാണിത്. അപ്പോൾ എനിക്ക് മുടിക്ക് നന്നായിട്ട് കട്ടി വന്നിട്ടുണ്ട്, അതേപോലെ നന്നായിട്ട് ലെങ്ത് ഉണ്ടായിരുന്നു. ഓൾറെഡി എൻ്റെ മുടിക്ക് ലെങ്ത് വരുന്നതാണ്, അപ്പം നന്നായിട്ട് ലെങ്തും വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ കട്ട് ചെയ്തതാണ്. ഞാൻ ഈ എണ്ണ കണ്ടിന്യൂസ് ആയിട്ടൊരു 6-7 മാസമൊക്കെ ഉപയോഗിച്ചിട്ടുള്ളായിരുന്നു. പിന്നെ ഞാൻ ഇടയ്ക്ക് വല്ലപ്പോഴും ഒക്കെ യൂസ് ചെയ്താലായി. അതേപോലെ ഈ എണ്ണ ഉപയോഗിച്ച് തുടങ്ങുന്നതിന് മുമ്പൊക്കെ എനിക്ക് നന്നായിട്ട് താരൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. ഇപ്പം എനിക്കങ്ങനെ താരൻ്റെ ബുദ്ധിമുട്ടൊന്നും ഇല്ല. ഞാനൊരു ഗ്രേ ഹെയറിൻ്റെ പ്രശ്നമായിട്ട് ഹോമിയോയിൽ ചെന്നപ്പോൾ എനിക്ക് അവിടുത്തെ ഡോക്ടർ പറഞ്ഞു തന്നതാണ് ഈ ഒരു എണ്ണ. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടുന്നത് മുരിങ്ങയിലയാണ്. നമ്മൾ എടുക്കുന്ന എണ്ണയ്ക്കനുസരിച്ചുള്ള മുരിങ്ങയില വേണം. നമ്മളിവിടെ വളരെ കുറച്ച് വെളിച്ചെണ്ണ മാത്രമേ എടുത്തിട്ടുള്ളൂ, അപ്പോൾ അതുകൊണ്ട് കുറച്ച് മുരിങ്ങയില മാത്രമേ എടുക്കുന്നുള്ളൂ. ഇവിടെ ഓൾറെഡി എണ്ണ ഇരിപ്പുണ്ട്. ഞാൻ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമേ ഇപ്പോൾ വെളിച്ചെണ്ണ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് മുരിങ്ങയില എടുത്തത്. മുരിങ്ങയില എന്ന് പറയുന്നത് വൈറ്റമിൻസിൻ്റെ ഒരു കലവറയാണെന്ന് നമ്മൾ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ നമ്മൾ ഈ മുരിങ്ങയിലയിട്ട് എണ്ണ കാച്ചുന്നില്ല ഇവിടെ, നമ്മൾ വേറൊരു രീതിയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ആദ്യം ഈ മുരിങ്ങയില ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. നന്നായിട്ട് ക്രഷ് ചെയ്ത് എടുക്കണം. ഒരില പോലും അങ്ങനെ ഫുള്ളായിട്ട് കിടക്കാൻ പാടില്ല. നന്നായിട്ട് കുഞ്ഞു കുഞ്ഞായിട്ട് ക്രഷ് ചെയ്ത് നന്നായിട്ട് എടുക്കുക. അതേപോലെ നമ്മൾ ഈ മുരിങ്ങയില എടുക്കുമ്പോൾ നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം മാത്രം എടുക്കുക. അതിനകത്ത് പൊടി അഴുക്കൊക്കെ ഉണ്ടായിരിക്കും. എന്നാൽ വെള്ള നനവ് ഒട്ടും കാണാനും പാടില്ല. അപ്പോൾ ആ രീതിയിലാണ് നമ്മളിത് യൂസ് ചെയ്യേണ്ടുന്നത്. എണ്ണ കാച്ചിയല്ല നമ്മളിവിടെ ഉപയോഗിക്കുന്നതെങ്കിലും കുറച്ചധികം ക്ഷമ നമുക്കിവിടെ വേണ്ടി വരും. പിന്നൊരു കാര്യം, ഈ ഹെയർ ഗ്രോത്ത് എന്നൊക്കെ പറയുന്നത് 2-3 ഘടകങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണുള്ളത്. ഒന്നാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ പാരമ്പര്യമാണ്. ചിലർക്ക് പാരമ്പര്യമായിട്ട് മുടി കുറവായിരിക്കും, ചിലർക്ക് എന്നാലും പാരമ്പര്യമായിട്ട് നല്ല മുടി ഉണ്ടാകും. എന്നെ സംബന്ധിച്ച് എനിക്ക് അത്യാവശ്യം നല്ല മുടി ഉണ്ടായിരുന്നു. +2 ഒക്കെ കഴിഞ്ഞ് ഡിഗ്രിയൊക്കെ ആയപ്പോഴത്തേക്ക് എൻ്റെ മുടി കുറേശ്ശെ പോകാൻ തുടങ്ങി. പിന്നെ സൈനസൈറ്റിസിൻ്റെയൊക്കെ പ്രശ്നം വന്നു. അങ്ങനെ എൻ്റെ മുടി നന്നായിട്ട് കൊഴിഞ്ഞു. മുടിയുടെ ലെങ്ത് പിന്നെ ഞാനങ്ങ് കട്ട് ചെയ്ത്, കാരണം ഉള്ളില്ലാതെ മുടി ഇങ്ങനെ കോല് പോലെ കിടന്നതുകൊണ്ട് ഞാൻ എൻ്റെ ലെങ്തൊക്കെ കുറച്ചതാണ്. പിന്നെ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. ഒട്ടും, അതായത് ഒരുപാട് മുടിയുള്ള ഒരാൾ പെട്ടെന്ന് മുടി ഇല്ലാതാകുമ്പം അത് ഭയങ്കര ഒരു വിഷമമാണ്. ഞാനും അങ്ങനെ ഒരു വിഷമത്തിലൊക്കെ ആയിരുന്നു. എനിക്ക് ഓൾറെഡി ഗ്രേ ഹെയർ ഉണ്ട്. വൈറ്റമിൻ ഡെഫിഷ്യൻസി കൊണ്ട് അങ്ങനെ ഗ്രേ ഹെയർ ആയതാണ്. നമ്മളിവിടെ കത്തി ഉപയോഗിച്ച് മുരിങ്ങയില കട്ട് ചെയ്തിടുകയല്ല, നമ്മളുടെ കൈ വെച്ച് തന്നെ ഇത് ചെറുതായിട്ട് ക്രഷ് ചെയ്തെടുക്കുക തന്നെ വേണം. അപ്പോൾ അങ്ങനെ നമ്മുടെ മുരിങ്ങയില നന്നായിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് ഒരു സൈഡിലോട്ട് മാറ്റണം. അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് അടുത്തത് കറിവേപ്പിലയാണ് വേണ്ടുന്നത്. അതായത് ഒട്ടും ഉണങ്ങുക വാടുകയൊന്നും ചെയ്യാത്ത നല്ല ഫ്രഷ് കറിവേപ്പിലയാണ് നമുക്ക് വേണ്ടുന്നത്. അപ്പോൾ ഇതും നന്നായിട്ട് കഴുകി ഉണക്കി അതിനകത്തുള്ള ഈർപ്പവും ജലാംശവും എല്ലാം കളഞ്ഞിട്ട് വേണം നമുക്ക് എടുക്കേണ്ടുന്നത്. അപ്പോൾ ഇനി നമുക്ക് കറിവേപ്പിലയൊക്കെ ഒന്ന് അടർത്തിയെടുക്കാം. അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ വേറൊരു കാര്യം ഇവിടെ പറഞ്ഞോട്ടെ. ഞാൻ ആദ്യം കാണിച്ച ബ്ലൂ കളർ ടോപ്പിട്ട് എടുത്ത ഫോട്ടോ ഇല്ലേ, അപ്പോൾ അത് ഞാൻ കഴിഞ്ഞ ദിവസം അത് വാട്സപ്പിൽ സ്റ്റാറ്റസ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് എൻ്റെ ഏറ്റവും അടുത്ത് പരിചയമുള്ള കുറേ ആൾക്കാർ എനിക്ക് മെസ്സേജ് ഇട്ട് ചോദിച്ചു, എങ്ങനെയാണ് മുടിക്ക് ഇത്രയേ ഉള്ളൂ എന്നതൊന്ന് പറഞ്ഞു തരാമോ, എന്തോ എണ്ണയാണ് യൂസ് ചെയ്യുന്നതെന്നൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു, വെയിറ്റ്, നമുക്ക് അതൊരു കണ്ടൻറ്റാണ്, നമ്മുടെ ചാനലിൽ അതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്ത് കാണിക്കാം, അപ്പോൾ നിങ്ങൾ അതേപോലെ ചെയ്ത് നോക്കിയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഈ കറിവേപ്പിലയും മുരിങ്ങയില ക്രഷ് ചെയ്തതുപോലെ തന്നെ നന്നായിട്ട് ക്രഷ് ചെയ്യണം. അത് കൈകൊണ്ട് ക്രഷ് ചെയ്തെടുക്കുകയാണ് വേണ്ടുന്നത്. ഇരുമ്പ് ഉപയോഗിച്ച് അരിയേണ്ട ആവശ്യമില്ല. നമ്മളിങ്ങനെ നന്നായിട്ട് ചെറുതായിട്ട് ക്രഷ് ചെയ്തെടുക്കണം.
നമ്മളെടുത്ത വെളിച്ചെണ്ണയ്ക്കനുസരിച്ചാണ് നമ്മൾ മുരിങ്ങയില എടുത്തിരിക്കുന്നത്. ആ മുരിങ്ങയിലയുടെ അതേ അനുപാതത്തിൽ തന്നെയാണ് നമുക്ക് കറിവേപ്പിലയും വേണ്ടുന്നത്. കറിവേപ്പിലയും നമ്മളുടെ മുടിയുടെ ഗ്രോത്തിനെ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നൊരു ഫാക്ടറാണ്. അങ്ങനെ നമ്മുടെ കറിവേപ്പില ഇവിടെ ക്രഷ് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മുരിങ്ങയിലയും കറിവേപ്പിലയും കൂടെ ഒരുമിച്ചൊന്ന് മിക്സ് ചെയ്യണം. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതേപോലെ കറിവേപ്പില നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നമ്മളിവിടെ ഈ എണ്ണയിൽ മുരിങ്ങയിലയും കറിവേപ്പിലയും മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. വേറെ ഒന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല. ഹെയർ ഗ്രോത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന വേറെ ഒരുപാട് ചെടികളുണ്ട്. പക്ഷെ നമ്മൾ അതൊന്നും ഇവിടെ യൂസ് ചെയ്യുന്നില്ല. ഈ 2 എണ്ണം മാത്രമേ ഉള്ളൂ. ഇത് വളരെ സിമ്പിളാണ്. നമ്മുടെ എല്ലാവരുടെയും വീടുകളിലൊക്കെ കാണുന്നത് തന്നെയാണ് കറിവേപ്പിലയും മുരിങ്ങയിലയും. ഇനി നമുക്ക് അടുത്തത് വേണ്ടുന്നത് വെളിച്ചെണ്ണയാണ്. മുടിയിൽ തേക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെളിച്ചെണ്ണ എടുക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളെപ്പോഴും ഈ പാക്കറ്റിൽ വരുന്നത് കഴിവതും ഒഴിവാക്കുക. നമ്മളുടെ അടുത്ത് ഒന്നുകിൽ ഉരുക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കുക, അല്ലെങ്കിൽ അടുത്ത് മില്ലിലൊക്കെ വെളിച്ചെണ്ണ ആട്ടിയെടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെ അങ്ങനെയുള്ള വെളിച്ചെണ്ണ വാങ്ങുന്നതായിരിക്കും ബെറ്റർ. നമ്മൾ വളരെ കുറച്ച് അളവിൽ മാത്രമേ വെളിച്ചെണ്ണ എടുക്കുന്നുള്ളൂ. അതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി നമുക്കിവിടെ എണ്ണ എടുത്തത് ഇരിപ്പുണ്ട്. അപ്പോൾ ഇത് നമ്മൾ വീഡിയോയ്ക്ക് കാണിക്കാൻ വേണ്ടി മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് ഇത്രയും ചെറിയ അളവിൽ വെളിച്ചെണ്ണ എടുത്തത്. കണ്ടില്ലേ, ആ വെളിച്ചെണ്ണയുടെ അതേ അളവിൽ തന്നെ, ആ ഒരു പ്രൊപ്പോർഷനിൽ തന്നെ മുരിങ്ങയിലയും കറിവേപ്പിലയും എടുക്കേണ്ടുന്നത്. കൂട്ടാനും കുറയ്ക്കാനും പാടില്ല. ഈ ഒരു എണ്ണ എടുക്കുന്നത് നമ്മൾ ആട്ടിയെടുത്ത വെളിച്ചെണ്ണയിലോ അല്ലെങ്കിൽ തേങ്ങ ഉരുക്കിയെടുത്ത വെളിച്ചെണ്ണയിലോ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. പാക്കറ്റ് വെളിച്ചെണ്ണയിൽ ചെയ്യുന്നത് അത്ര റിസൾട്ട് കിട്ടത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനങ്ങനെ ചെയ്തിട്ടില്ല. എന്നോടൊന്ന് ഡോക്ടർ പറഞ്ഞതും പാക്കറ്റ് വെളിച്ചെണ്ണയിൽ ചെയ്യരുത് എന്നാണ്. ഇനി നമ്മൾ ഈ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന മുരിങ്ങയിലയും കറിവേപ്പിലയും കൂടെ ഉള്ള ആ ഒരു മിക്സ് ഈ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ ഇറക്കി കൊടുക്കുകയാണ്. ആ കുപ്പിക്കകത്ത് നമ്മൾ അങ്ങനെ അങ്ങ് ഇറക്കി വിട്ടാൽ മതി. ഈ മുരിങ്ങയിലയും കറിവേപ്പിലയും ക്രഷ് ചെയ്തിട്ട് നമ്മൾ ചൂടാക്കുകയോ അല്ലെങ്കിൽ അത് ചതച്ച് ചാറെടുക്കുകയോ ഒന്നും വേണ്ട. നമ്മൾ ക്രഷ് ചെയ്തിട്ട് അന്നേരം തന്നെ ഇതേപോലെ വെളിച്ചെണ്ണയിലേക്ക് അങ്ങ് ഇറക്കി വിട്ട് കൊടുത്താൽ മാത്രം മതി. അത് ഫുള്ള് ഇങ്ങനെ ഇറക്കി വിടണം. നമ്മൾ ആ എണ്ണയുടെ അനുപാതത്തിനനുസരിച്ചല്ലേ മുരിങ്ങയിലയും കറിവേപ്പിലയും എടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ശകലം പോലും ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്നത് വേസ്റ്റ് ആക്കാൻ പാടില്ല. ഓക്കെ, ഇതിപ്പം നമ്മൾ ആ ക്രഷ് ചെയ്തിരിക്കുന്നത് മൊത്തം കുപ്പിയിലാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ കുപ്പിയുടെ സൈഡിലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്നുണ്ടാവും. നമ്മൾ കുപ്പി ഇങ്ങനെ ചരിച്ച എണ്ണ ആ ഭാഗത്തേക്ക് കൊണ്ടുവന്ന് കഴിയുമ്പോഴത്തേക്ക് അതിങ്ങ് ഇറങ്ങിപ്പോരും. സൈഡിലൊന്നും അങ്ങനെ പറ്റി പിടിച്ചിരിക്കേണ്ട, അതെല്ലാം ഇങ്ങനെ എണ്ണയുടെ കൂടിങ്ങി പോരണം. ആ ഒരു വിധത്തിൽ നമ്മൾ ആ കുപ്പി ഒന്ന് ചരിച്ച് എണ്ണ ആ ഭാഗത്തേക്ക് കൊണ്ടുവന്നാൽ മതി. അപ്പോൾ അത് ഫുള്ളിങ്ങ് ഇറങ്ങി പോരുന്നോളും. ഇനി നമുക്കിതിൻ്റെ പുറത്തൊക്കെ പറ്റി പിടിച്ചിരിക്കുന്നതൊക്കെ നന്നായിട്ട് തുടച്ച് കളഞ്ഞ് വൃത്തിയാക്കണം. ഇനി നമുക്ക് ഈ ബോട്ടിൽ നന്നായിട്ട് എയർ ടൈറ്റ് ആക്കി അടച്ചു കൊടുക്കണം. ബോട്ടിൽ എടുക്കുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കണം. നല്ല വൃത്തിയുള്ള ബോട്ടിലായിരിക്കണം. അതേപോലെ ആ ബോട്ടിലിനകത്തും ഒരല്പം പോലും ഈർപ്പമോ വെള്ളം നനവോ ഒന്നും ഉണ്ടാകാൻ പാടില്ല. അപ്പം ഇങ്ങനെ അടച്ച് സെറ്റാക്കി വെക്കുക. ഇനിയാണ് നമ്മൾ മെയിനായിട്ടുള്ളൊരു കടമ്പയിലേക്ക് കടക്കുന്നത്. അതായത് നമ്മളിപ്പോൾ ഈ മുരിങ്ങയിലയും കറിവേപ്പിലയും കൂടെ ക്രഷ് ചെയ്ത് ബോട്ടിലാക്കി, ബോട്ടിൽ നന്നായിട്ട് എയർ ടൈറ്റ് ആക്കി അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഈ ബോട്ടിൽ ഇപ്പോഴേ നമ്മൾ ഓപ്പൺ ചെയ്യാൻ പാടില്ല. ഇനി ഇത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ ദിവസവും നമ്മൾ ഈ ബോട്ടിൽ നല്ല വെയിലുള്ള സമയത്ത് 1 മണിക്കൂർ ബോട്ടിലൊന്ന് വെയിലത്ത് വെക്കണം. അത് ഓരോ ദിവസം എടുക്കുമ്പോഴും ഒന്ന് ജസ്റ്റ് കുപ്പി ഒന്ന് കുലുക്കണം. അതിനുശേഷം 1 മണിക്കൂർ വെയിലത്ത് വെക്കുക. വെയിലത്ത് നിന്ന് 1 മണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ എടുക്കണം. 1 മണിക്കൂറിൽ കൂടുതലും വെക്കാൻ പാടില്ല, 1 മണിക്കൂറിൽ കുറവാകാനും പാടില്ല. നമ്മളത് പ്രത്യേകം നോക്കണം. ഇങ്ങനെ നമ്മളിതൊരു 21 ദിവസം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിത് തന്നെ ചെയ്തുകൊണ്ടിരിക്കണം. ഈ 21 ദിവസത്തിനിടയ്ക്ക് ഒരിക്കൽ പോലും നമ്മൾ ആ ബോട്ടിലിൻ്റെ അടപ്പ് മാറ്റാൻ പാടില്ല. ഒരു കാരണവശാലും നമ്മൾ ആ അടപ്പ് തുറക്കരുത്. എയർ ടൈറ്റ് ആയിട്ട് തന്നെ ഇരിക്കണം. ഈ 21 ദിവസവും 1 മണിക്കൂർ മാത്രമേ വെയിൽ കൊള്ളാൻ പാടുള്ളൂ. അത് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ 21 ദിവസം വെയിൽ കൊള്ളണം. ദിവസം 1 മണിക്കൂർ വെച്ച് 21 എന്നുള്ള ഒരു കണക്ക് മാറാനും പാടില്ല. ഇത് നമ്മൾ അതേപോലെ 21 ദിവസം വെയിൽ കൊള്ളിച്ച് റെഡിയാക്കി എടുത്ത എണ്ണയാണ്. ഇവിടെ ഓൾറെഡി ഇരുന്ന എണ്ണയാണിത്. കണ്ടില്ലേ, ഇപ്പം നമ്മൾ കാച്ചിയ എണ്ണയുടെ അതേ ഒരു നിറവും വന്നു. അതേപോലെ 21ാമത്തെ ദിവസം നമ്മളിത് ഓപ്പൺ ചെയ്യുമ്പം എണ്ണ കാച്ചിയെടുത്തതിൻ്റെ അതേ ഒരു മണം തന്നെ അതിനകത്ത് വരും. പിന്നെ ഇതിനകത്ത് കിടക്കുന്ന ഇലവർഗ്ഗങ്ങളൊന്നും നമ്മൾ റിമൂവ് ചെയ്യേണ്ട, അത് അങ്ങനെ തന്നെ കിടന്നാൽ മതി. പിന്നെ ഈ 21 ദിവസം വെയിൽ കൊള്ളിക്കുന്നത് നല്ല രീതിയിൽ വെയിൽ കിട്ടുന്ന ഭാഗത്തും നല്ല രീതിയിൽ വെയിൽ കിട്ടുന്ന സമയത്തും മാത്രമേ ഇത് വെക്കാൻ പാടുള്ളൂ. കറക്റ്റ് 1 മണിക്കൂർ ആകുമ്പോൾ തന്നെ നമ്മളത് എടുത്ത് മാറ്റാൻ വേണം. കാരണം ഇതിൻ്റെ ഒരു കണക്ക് അങ്ങനെയാണ്. ഇനി ഇതെങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 21 ദിവസം വെയിൽ കൊള്ളിച്ചതിന് ശേഷം നമുക്കിത് ഉപയോഗിക്കാം. അപ്പോൾ ഇത് ഉപയോഗിക്കുമ്പോൾ രാത്രിയിൽ നന്നായിട്ട് സ്കാൽപ്പിൽ തേച്ച് പിടിപ്പിക്കണം.
ഈ സമയത്ത് നമ്മുടെ സ്കാൽപ്പിലോ മുടിയിലോ ഈർപ്പമൊന്നും ഉണ്ടാകാൻ പാടില്ല. നന്നായിട്ട് സ്കാൽപ്പിലും മുടിയിലും ഒക്കെ അങ്ങോട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു 5-6 മിനിറ്റ് മസാജ് ചെയ്യണം. മസാജ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ നല്ല പല്ലകലമുള്ള ചീപ്പ് വെച്ച് നന്നായിട്ട് ചീകി മുടി പിന്നിക്കെട്ടി കിടന്നാൽ മതി. പിന്നിക്കെട്ടും അല്ലെങ്കിൽ അല്ലാതെ കെട്ടും, അവരവരുടെ കൺവീനിയൻസ് എങ്ങനെയാണോ അതേപോലെ ചെയ്താൽ മതി. എന്നിട്ടത് കെട്ടി വെച്ചിട്ട് നമ്മൾ കിടന്നുറങ്ങണം. അങ്ങനെ നമ്മൾ ഡെയിലി ചെയ്താൽ അത്രയും നല്ല ബെനിഫിറ്റാണ്. കാരണം ഞാനൊരു 6 മാസത്തോളം ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല പോസിറ്റീവായിട്ടുള്ള ഒരു റിസൾട്ട് തന്നെ ലഭിക്കും. എനിക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് വന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടട്ടെ എന്ന് കരുതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരേക്കും ടേക്ക് കെയർ ആൻഡ് ടാറ്റാ.